വികസന പ്രവർത്തനങ്ങൾ വരുന്നത് നല്ല കാര്യമാണ്. എന്നാൽ മഴക്കാലത്തെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളെ ദുരിതത്തിലാക്കിയ കാഴ്ചയിലേക്കാണ് ഇനി. എറണാകുളം വൈറ്റില മൊബിലിറ്റി ഹബിൽ നിന്നാണ് ഈ കാഴ്ച. വൈറ്റില മൊബിലിറ്റി ഹബിന്റെ രണ്ടാം ഘട്ട വികസനം ഇഴഞ്ഞു നീങ്ങുന്നുവെന്ന ആരോപണവും ചോദ്യങ്ങളും നേരത്തെ തന്നെ ഉയർന്നിരുന്നു. പിന്നാലെ ദ്രുതഗതിയിൽ വികസനവും സൗന്ദര്യവൽക്കരണവും പൂർത്തീകരിക്കുമെന്നായിരുന്നു ഹബ്ബ് അധികൃതർ വ്യക്തമാക്കിയത്. എന്നാൽ തെരഞ്ഞെടുത്ത സമയം കാലവർഷം മൂർധന്യാവസ്ഥയിലായ സമയം. കാലവർഷത്തിന്റെ രണ്ടാം ഘട്ടം ആരംഭിച്ചതിന് പിന്നാലെയാണ് വൈറ്റില മൊബിലിറ്റി ഹബിലെ തറയോട് പാകൽ പണികൾ ആരംഭിച്ചത്. 2 ദിവസത്തെ മഴ പെയ്തതോടെ ഹബ്ബ് വലിയ കുഴികൾ കൊണ്ട് നിറഞ്ഞു. ബസ് കാത്തു നിൽക്കുന്നവർക്കും ബസ് ജീവനക്കാർക്കും ഉണ്ടാകുന്നത് വലിയ ദുരിതം. ഇപ്പോൾ ഒരു വണ്ടി പിടിക്കാൻ പറ്റുന്നില്ല ഇവിടെ. ഇത് കാരണം ഇതുകൊണ്ടല്ലേ വണ്ടി ദൂരം ബ്ലോക്ക് ആകുന്നുണ്ടല്ലേ. ഇത്രയും വണ്ടി ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ മഴയത്ത് ചെയ്യേണ്ട കാര്യമില്ല. ഇത്രയും വെയിലുള്ളപ്പോൾ ഇവർ ചെയ്തുമില്ല, ഒന്നും ചെയ്തില്ല. മഴക്കാലത്തിന് മുമ്പ് ചെയ്യേണ്ടിയിരുന്നത് ദീർഘദൃഷ്ടിയുള്ള ഭരണാധികാരി ചെയ്തേനെ. മഴക്കാലത്ത് ഇത് പൊളിച്ച നാശമാണ്. ജനങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടാണ്. ഒരാൾ ഒരു ബസ് കയറുമ്പോൾ അടുത്ത ബസ് ഒപ്പം കയറി വരിക. അപ്പം മനുഷ്യന് നിൽക്കാൻ പോലും ഒരു സ്ഥലമല്ല ഇവിടെ. മഴക്കാലമായി പിന്നെ ആൾക്കാർക്ക് അസുഖങ്ങൾ വന്നു തുടങ്ങി. മലിനാലെല്ലാം കെട്ടിക്കിടക്കും ഇവിടെ. ഞങ്ങൾക്കൊക്കെ ഇത്രയും പ്രായമായി. വെള്ളം എവിടെ ഇപ്പം പോണ എല്ലാം വെള്ളം. ഇത് എന്ത് സർക്കാരിന് കണ്ണറിയാൻ പാടില്ല, അല്ലെങ്കിൽ ഇട്ടവർക്ക് കണ്ണറിയാൻ പാടില്ല. അത് ആർക്കും ഞങ്ങൾക്ക് മനസ്സിലാവണില്ല. ഇപ്പോൾ പൊളിക്കേണ്ട ഒരു കാര്യമായിരുന്നില്ല. അത് ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നേരത്തെ നിശ്ചയിച്ച തീയതി പ്രകാരമാണ് പണികൾ നടന്നതെന്നും കനത്ത മഴ പെയ്ത സാഹചര്യത്തിലാണ് പണികൾ അവസാനിപ്പിച്ചതെന്നുമാണ് വൈറ്റില മൊബിലിറ്റി ഹബ് അധികൃതർ വ്യക്തമാക്കുന്നത്. മഴ മാറുന്ന മുറയ്ക്ക് പണികൾ വേഗത്തിലാക്കുമെന്നും ഇവർ പറയുന്നു. ധാരാളം ആളുകൾ ദിനംപ്രതി വന്നു പോകുന്ന കൊച്ചിയുടെ പ്രധാനപ്പെട്ട ഇടങ്ങളിലൊന്നാണ് വൈറ്റില മൊബിലിറ്റി ഹബ്ബ്. എന്നാൽ ഇതിന്റെ സൗന്ദര്യവൽക്കരണം മഴക്കാലത്ത് തന്നെ വേണമായിരുന്നു എന്നുള്ള ചോദ്യമാണ് ഇവിടെ വന്നു പോകുന്നവർ ഉന്നയിക്കുന്നത്. എത്രയും പെട്ടെന്ന് പണി പൂർത്തീകരിക്കുമെന്നാണ് വൈറ്റില മൊബിലിറ്റി ഹബ്ബ് അധികൃതർ വ്യക്തമാക്കുന്നത്. കൊച്ചിയിൽ നിന്നും MT അധീഷിനൊപ്പം YS അഭിനന്ദ്, 24